Next, I invite Senior Principal Scientist, CSIR NIST, Sri R.S. Praveen Raj for the next session. Presenting before you technologies on offer from NIST. Very good afternoon to all of you. മലയാളത്തിൽ തന്നെ പറയാമല്ലേ? ഓക്കെ. അപ്പം ഈ സെക്ഷനിൽ ഞങ്ങൾ ഉദ്ദേശിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കണ്ടിട്ട് ഒരു ഓൾമോസ്റ്റ് 10-11 റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ നമ്മൾ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഐ ആം വൺ ഓഫ് ദി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് കോൾഡ് NIST, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി. ഇത് CSIR ലബോറട്ടറിയാണ്. CSIR എന്ന് പറയുന്ന ഒരു സയൻറ്റിഫിക് റിസർച്ച് ഓർഗനൈസേഷനുണ്ട്, അറിയാമായിരിക്കും പലർക്കും. അതിന് ഇന്ത്യ ഒട്ടാകെ 37 ലബോറട്ടറീസ് ഉണ്ട്. ആ 37 ലബോറട്ടറികളിൽ ഒരു ലബോറട്ടറി മാത്രമേ കേരളത്തിലുള്ള, തിരുവനന്തപുരത്താണ്. അവിടെ നിന്നാണ് ഞാൻ വരുന്നത്. അപ്പം ഇത് ജനറലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ടെക്നോളജീസിനെ കുറിച്ച് പറയാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും അതിന് അണ്ടർലൈങ് ആയിട്ട് ഉള്ളൊരു ഇഷ്യൂ ആണ് ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നത്. മോസ്റ്റ് ഓഫ് ദി റിസർച്ച് ലബോറട്ടറീസിന് സൊല്യൂഷൻസ് കയ്യിലുണ്ട്, ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തിട്ടുമുണ്ട്. നിങ്ങളെപ്പോലുള്ള പല എന്താ പറയുന്നത് ഈ ഓണ്ടർപ്രണേഴ്സിനും ടെക്നോളജീസ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്പെർട്ടൈസ് ആവശ്യമുണ്ട്. പക്ഷേ ഈ കണക്ഷൻസ് പലപ്പോഴും ലിങ്ക് ചെയ്യപ്പെടുന്നില്ല. അതെങ്ങനെ എന്നുള്ളത് അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് എനിക്ക് ശേഷം സംസാരിക്കുന്ന ശ്രീ അമ്പുമലറുണ്ട്. ഞങ്ങൾ ടെക്നോളജി ലൈസൻസ് എടുത്ത ഒരാളാണ്, ലൈസൻസ് എടുത്ത് സക്സസ്ഫുൾ ആക്കിയതാണ്. അപ്പം നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ എഡ്യൂക്കേഷൻ കേൾക്കാം. അപ്പോൾ ഇതിൽ എന്താണ് റിയൽ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്തുകൊണ്ടാണ് സയൻറ്റിഫിക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഡെവലപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ടെക്നോളജീസ് അവിടെ തന്നെ ഇരിക്കുന്നു, അത് നിങ്ങളിലേക്ക് എത്തുന്നില്ല? നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് അത് വന്നിട്ട് ആ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഡിസ്കസ് ചെയ്യുന്നില്ല? ഈ രണ്ട് ഇഷ്യൂസാണ് നമ്മൾ പ്രാക്ടിക്കലി അഡ്രസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു കാരണം ആദ്യമേ പറഞ്ഞിട്ട് വെക്കാം. ബേസിക്കലി സയൻറ്റിസ്റ്റുമാരെ ലേസി ആക്കാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കൂടെ ജോലിയാണ്. അവർക്കിപ്പോൾ സാലറി ഒക്കെ കിട്ടും എങ്കിൽ, ചെയ്തില്ലെങ്കിലും അവർക്ക് സാലറി കിട്ടും ഒരു ഗവൺമെൻറ് സെക്ടറിനകത്തുള്ള സോ കോൾഡ് സയൻറ്റിസ്റ്റിന്. ബട്ട് ഇഫ് യു കം വിത്ത് എ പ്രോബ്ലം ദേ വിൽ ബി എക്സൈറ്റഡ് ടു സോൾവ് ഇറ്റ്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി നോക്കേണ്ടത് എത്ര ടെക്നോളജീസ് ഒരു ലാബ് ഡെവലപ്പ് ചെയ്ത് ഷെൽഫിൽ വെച്ചിട്ടുണ്ടെന്നല്ല. ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. ഞങ്ങളൊക്കെ ഇവിടെ കൊണ്ട് ഡിസ്പ്ലേ ചെയ്യുമായിരിക്കും കുറേ ടെക്നോളജീസ്. പക്ഷേ എല്ലാ ലബോറട്ടറികൾക്കും റിസർച്ച് ലബോറട്ടറികൾക്കും ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അവിടെ ഒരു നോളജ് ബേസ് ഉണ്ട് അവരുടെ കയ്യിൽ. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ പർട്ടിക്കുലർ പ്രോഡക്റ്റിനകത്ത് നിങ്ങൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ഉണ്ടെന്നില്ല, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റിസർച്ച് ലബോറട്ടറീസിനെല്ലാം അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാൻ പറ്റും. ചിലപ്പോൾ അത് നാളെ ടെക്നോളജിയായി മാറുകയും ചെയ്യാം. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ നിങ്ങളൊരു കൺസൾട്ടൻസി പ്രോജക്റ്റ്, സ്പോൺസർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. ഞാൻ എൻ്റെ സ്ലൈഡിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത കുറച്ച് ടെക്നോളജീസിനെ കുറിച്ചും ഇതുപോലുള്ള പ്രോജക്ട്സ് എടുക്കുന്ന കോൺസെപ്റ്റ്സിനെ കുറിച്ചും ഒന്ന് പറയാം. നെക്സ്റ്റ് സ്ലൈഡ്. ഇതാണ് ഞങ്ങളുടെ ഒരു ജനറൽ സ്ട്രക്ചർ. അതിവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല. DGCSIRൻ്റെ കീഴിൽ 37 ലാബിനും ഡയറക്ടേഴ്സ് ഉണ്ട്. ദെൻ ഓരോ ഡിവിഷൻ, ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ 5 ഡിവിഷനുണ്ട്. എനിവേ ദാറ്റ് ഈസ് നോട്ട് വെരി മെറ്റീരിയൽ ഫോർ യു. നെക്സ്റ്റ്. ഇനി ഞങ്ങൾ ചെയ്യുന്ന, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ റിസർച്ച് ലബോറട്ടറിയും, എസ്പെഷ്യലി ഞങ്ങളുടെ ലബോറട്ടറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സ്ട്രെങ്ത് എന്ന് പറയുന്ന പ്രോജക്ട്സ് ആണ്. നമ്മൾ ബാങ്കിൽ ചെന്ന ബാങ്ക് പറയും അക്കൗണ്ട്സ് ആണ് ഞങ്ങളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയും. അതുപോലെ ഒരു റിസർച്ച് ലബോറട്ടറിയുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് പ്രോജക്ട്സ് ആണ്. അപ്പം അവിടെ വന്നിട്ട് നിങ്ങൾ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രോജക്ട്സ്, ഗ്രാൻറ്റിൻ്റെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന, ഗവൺമെൻറ് ഏജൻസി നേരിട്ട് കിട്ടുന്ന പ്രോജക്ട്സ് ആണ്. സോ ദാറ്റ് ഇസ് നത്തിങ് ബി കൺസേൺ വിത്ത് യു. അത് ഗവൺമെൻറ് ഏജൻസീസ് കൊടുക്കുന്നതാണ്. സ്പോൺസർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാണ് നേരത്തെ പറഞ്ഞ കാറ്റഗറി. നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം, നിങ്ങളുടെ പ്രോഡക്റ്റിനകത്തൊരു ഡെഫിഷ്യൻസി ഇപ്പോൾ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിനെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ ഈ ലാബിന് പറ്റുമോ? അപ്പോൾ യു ക്യാൻ സ്പോൺസർ റിസർച്ച്. ഒരു റിസർച്ചിന് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്ത് തരാൻ പറ്റും. അപ്പം അത് ചിലപ്പോൾ ഒരു കംപ്ലീറ്റ്ലി ന്യൂ R&D പ്രോബ്ലം ആയിരിക്കും. അതുവരേക്കും ആ ഇൻസ്റ്റിറ്റ്യൂട്ട് അറ്റൻഡ് ചെയ്യാത്തൊരു പ്രോബ്ലം ആയിരിക്കും, അവർ ചിന്തിച്ചിട്ടില്ലാത്തൊരു പ്രോബ്ലം ആയിരിക്കും. പക്ഷേ അവർക്ക് എക്സ്പെർട്ടൈസ് അതിനകത്ത്. അപ്പോൾ സ്പോൺസർ പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ഇപ്പം നെക്സ്റ്റ് സംസാരിക്കാൻ പോകുന്ന അൻപുമേലത് പറയും എങ്ങനെയാണ് നമ്മൾ സ്പോൺസർ പ്രോജക്റ്റ് ഓപ്പർച്യൂണിറ്റി പുള്ളിക്കാർക്കും കിട്ടിയെന്നുള്ളത്. ഇനിയൊന്നുണ്ട് കൺസൾട്ടൻസി പ്രോജക്റ്റ് എന്ന് പറയും. കൺസൾട്ടൻസി പ്രോജക്റ്റിന് നേരത്തെ വ്യത്യാസമുണ്ട്. കൺസൾട്ടൻസി പ്രോജക്റ്റ് ബീറ്റൺ ട്രാക്കാണ്. നേരത്തെ ചെയ്തിട്ടുള്ള സാധനത്തിന് റിപ്പീറ്റ് ചെയ്യുന്നതാണ് കൺസൾട്ടൻസി പ്രോജക്റ്റ്. അല്ലാതെ സ്പോൺസർ പ്രോജക്റ്റ് അതല്ല, എൻറ്റയർലി ന്യൂ R&D ആയിരിക്കും. അവിടെ ഒരു പുതിയ IP ഡെവലപ്മെൻറ്റ് കാണും, ഒരു പേറ്റൻറ്റിന് സ്കോപ്പ് കാണും.
പക്ഷേ കൺസൾട്ടൻസി പ്രോജക്റ്റിനകത്ത് ഇങ്ങനെയൊന്നും കാണില്ല, ഒരിക്കൽ ചെയ്തതിൻ്റെ റെപ്പിറ്റീഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രോജക്ട്സും ഉണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന സാധനങ്ങൾ. പിന്നെ കൊളാബറേറ്റീവ് പ്രോജക്ട്സ് പോസിബിൾ ആണ്. നിങ്ങളുമായിട്ടല്ല, ഗവൺമെൻറ് ഏജൻസി ആയിട്ടായിരിക്കാം, പകുതി പൈസ അവരിടും, പകുതി പൈസ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലും, അങ്ങനെ ചെയ്യുന്ന കൊളാബറേറ്റീവ് പ്രോജക്ട്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോജക്ട്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി കൊടുക്കാൻ പറ്റും. ടേൺ കീ പ്രോജക്ട്സ് ഉണ്ട്. നിങ്ങൾ കീ കൊണ്ടുവന്ന് ടേൺ ചെയ്താൽ നിങ്ങളുടെ പ്രോജക്റ്റ് വർക്ക് ആവണമെന്ന് പറയുന്ന രീതിയിൽ ഞങ്ങൾ മൊത്തത്തിൽ ഒരു വർക്ക് അണ്ടർടേക്ക് ചെയ്തിട്ട് അതിന് വരുന്ന എഞ്ചിനീയറിംഗ് പ്രോബ്ലംസ് എല്ലാം കറസ്പോണ്ടിങ് ആൾക്കാരെ കൊണ്ട് ചെയ്തിട്ട് ഫൈനലി നിങ്ങളുടെ പ്രോജക്റ്റ് കൈ തരും. സോ ദാറ്റ്സ് കോൾഡ് ടേൺ കീ പ്രോജക്ട്സ്. പിന്നെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡീസിൽ വളരെ കുറച്ച് ലബോറട്ടറീസിന് മാത്രമേ സ്കില്ലുള്ളൂ. വി ആർ ഓൺ അമംഗ് ദം. ദെൻ പ്രയർ ആർട്ട് സെർച്ച്, പേറ്റൻറ്റ് അഡ്വൈസ്, പേറ്റൻറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, പിന്നെ കമ്പനി ഫോം ചെയ്യുന്ന എങ്ങനെ, രജിസ്ട്രേഷൻ എങ്ങനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഐഡിയ ഉണ്ട്. അപ്പോൾ ആ ഐഡിയ വളർത്തി ഒരു ഓണ്ടർപ്രണർഷിപ്പായിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് നല്ല എക്സ്പെർട്ട് അഡ്വൈസ് വേണം. അഡ്വൈസ് മാത്രം പോരാ, നല്ല എക്യുപ്മെൻറ്റ് സപ്പോർട്ട് വേണം. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ലാബോറട്ടറി പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്ലാസ്, ഹൈ ക്വാളിറ്റി എല്ലാ എക്യുപ്മെൻറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഒരു സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വി അണ്ടർടേക്ക് ഇൻക്രിമെൻ്റൽ ആസ് ഫാസ് ബ്രേക്ക് ത്രൂ റിസർച്ച്. ചെറിയ ചെറിയ രീതിയിലുള്ള റിസർച്ചും ബ്രേക്ക് ത്രൂ റിസർച്ചും അണ്ടർടേക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള ഒരു ലബോറട്ടറിയാണ്. നെക്സ്റ്റ്, അപ്പോൾ കുറച്ച് ടെക്നോളജീസ് ഞങ്ങളുടെ ഷെൽഫിൽ ഉള്ളതാണ്. ഞങ്ങൾ പറഞ്ഞത് കുറേ ടെക്നോളജീസ് ഉണ്ടാക്കി ഞങ്ങളിങ്ങനെ ഓഫ് ദ ഷെൽഫ് വെച്ചിട്ടുണ്ട്. അത് അവൈലബിൾ ആണ്, റെഡി ടു ലൈസൻസ് ആണ്. അങ്ങനെയുള്ളതാണ് ആനറോബിക് ഡൈജസ്റ്റർ ഒരെണ്ണം. അതായത് നമ്മൾ വീടുകളിലേക്ക് വരുന്ന ഫുഡ് വേസ്റ്റ്, അടുക്കളയിൽ വരുന്ന ഫുഡ് വേസ്റ്റ് എങ്ങനെ പ്രോസസ്സ് ചെയ്യും? അതൊരു വലിയ കുറവുള്ള ഇപ്പോഴും വരെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിന് ഒരുപാട് റിയാക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഒരു എൻഡിൽ ഫുഡ് വെച്ചിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിനെ ഒരു റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള സാധനമാണ്. ഒരു വീട്ടിലെ വേസ്റ്റ് ആണെങ്കിൽ 1 കിലോ 2 കിലോ വേസ്റ്റ്, ഹോട്ടലിലേക്കാണ് 50 കിലോ വരുന്ന വേസ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് ബയോഗ്യാസും കിട്ടും. പിന്നെ ആ പറഞ്ഞ വേസ്റ്റ് പ്രോസസ് സ്ലറിയായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ആനറോബിക് ഡൈജസ്റ്റർ. എയർ സാനിറ്റൈസേഴ്സ് അതിപ്പം അത്ര റെലവൻസ് ഇല്ല. ഈ നമ്മുടെ കോവിഡ് ടൈമിൽ എയർ സാനിറ്റൈസേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഓർഡർ കൺട്രോൾ മെക്കാനിസം ഉണ്ട്, വളരെ എക്സലൻ്റ് ആണ്. പലയിടത്തും പല ഇൻഡസ്ട്രീസും ബാഡ് സ്മെല്ല് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫിഷ് പ്രോസസ്സിങ് ഇൻഡസ്ട്രീസൊക്കെ. ആ ഓർഡറിനെ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. BFBR എന്ന് പറഞ്ഞിട്ട് ഒരു ബയോ റിയാക്ടർ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബയോ റിയാക്ടർ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ വേസ്റ്റ് വാട്ടറിൽ എക്സ്ട്രീം കോംപ്ലക്സ് ആയിട്ടുള്ള സൾഫർ ഒക്കെ ചേർന്നിട്ടുള്ള വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസ് വളരെ കുറവാണ്. BFBR വളരെ വളരെ അഡ്വാൻസ്ഡ് ആയ സാധനമാണ്. പിന്നെ വേറെ നോവ എന്നൊരു ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ടോയ്ലറ്റിലൊക്കെ വരുന്ന വെള്ളത്തിന് ബ്ലാക്ക് വാട്ടർ എന്നാണ് വിളിക്കുന്നത്. കാരണം അത് കുറച്ചുകൂടെ പിന്നെ നൈട്രജനും കണ്ടൻറ്റൊക്കെ ഉള്ളതുകൊണ്ട് ബ്ലാക്ക് ആയിട്ടിരിക്കും. ഇത് കൂടാതെ അടുക്കളയിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിനെ ഗ്രേ വാട്ടർ എന്നാണ് വിളിക്കുന്നത്. ഈ ഗ്രേ വാട്ടറിനെ ട്രീറ്റ് ചെയ്യാനുള്ള നോവ എന്ന് പറഞ്ഞിട്ട് ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രേ വാട്ടറിനെ ട്രീറ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന വെള്ളമായിട്ട് മാറ്റും. നിങ്ങൾക്ക് ചെടി നനയ്ക്കാനൊക്കെ ഉപയോഗിക്കാം, ടോയ്ലറ്റ് ഫ്ലഷിങ്ങിന് യൂസ് ചെയ്യാം. ഇതൊന്നും അല്ലെങ്കിൽ കുറച്ചും കൂടെ എഫർട്ട് എടുത്താൽ പോർട്ടബിൾ ഡ്രിങ്കിങ് വാട്ടറായിട്ട് അതിനെ മാറ്റുകയൊക്കെ ചെയ്യാം. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നാച്ചുറൽ ഫൈബർ എക്സ്ട്രാക്ഷൻ, നമുക്ക് ടെക്നോളജി ഏത് നാച്ചുറൽ ഫൈബറിനെയും, കയർ ഫൈബർ ആവാം, അങ്ങനെയുള്ള ഏത് നാച്ചുറൽ ഫൈബർ, കയർ, ജൂട്ട്, അങ്ങനെയുള്ള ഓരോ ഫൈബറിനെയും കൺവേർട്ട് ചെയ്തിട്ട് നാരാക്കി മാറ്റാൻ പറ്റും. കറസ്പോണ്ടിങ് ഫൈബർ എടുക്കാൻ പറ്റുന്ന ടെക്നോളജി ഉണ്ട്. പിന്നെ ബ്ലാക്ക് പെപ്പർ ടു വൈറ്റ്, ബ്ലാക്ക് പെപ്പർ ഉണ്ടെങ്കിൽ വൈറ്റ് പേപ്പറായിട്ട് കൺവേർട്ട് ചെയ്യാം. അത് വളരെ നല്ല സാധനമാണ്. വൈറ്റ് പേപ്പറിന് നല്ല മാർക്കറ്റും ഉണ്ട്. പിന്നെ ഡയോക്സിൻ അനാലിസിസ് ഫെസിലിറ്റി നമുക്കുണ്ട്. ഡയോക്സിൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടൊരു സാധനമാണ്. ഈ ഡയോക്സിൻ കണ്ടന്റ് അനലൈസ് ചെയ്യാൻ ഫെസിലിറ്റിയുള്ള ഒരേ ഒരു ലബോറട്ടറി ഈ കൺട്രിയിൽ ഞങ്ങളുടെ ലബോറട്ടറി മാത്രമാണ്. നെക്സ്റ്റ്, പിന്നെ ഓളിയോ റെസിൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പലരും ഓളിയോ റെസിൻസ് എടുക്കണം, അല്ലെങ്കിൽ സ്പൈസസിൽ നിന്ന് ഓളിയോ റെസിൻസും പിന്നെ അതിൻ്റെ കുർക്കുമിൻ പോലെ കണ്ടൻസും ഒക്കെ എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അതിനുള്ള എക്യുപ്മെൻറ്റ്സും എക്സ്പെർട്ടൈസും നമുക്കുണ്ട്. പിന്നെ ബയോഡിഗ്രേഡബിൾ കട്ട്ലറീസ് ആൻഡ് പ്ലേറ്റ്സ്. നമുക്കറിയാം ഫുഡ് കഴിക്കുന്ന ഇന്ന് പ്ലാസ്റ്റിക് പ്ലേറ്റ്സ് ആണ് പിന്നെ ഉപയോഗിക്കുന്നത്. ആ പ്ലാസ്റ്റിക് പ്ലേറ്റ്സിന് പകരം എൻവയോൺമെൻറ്റിൽ എറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് ഡീഗ്രേഡ് ആയി പോകുന്ന ബയോഡിഗ്രേഡബിൾ കട്ട്ലറി അല്ലെങ്കിൽ പ്ലേറ്റ്സ് അത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഭയങ്കര രസമെന്ന് പറയുന്നത് ഇത് ഞങ്ങൾ ടെക്നോളജി ഉണ്ടാക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തതല്ല. ഒരു ക്ലയൻറ്റ് വന്നപ്പോൾ ഒരു ക്ലയൻറ്റിൻ്റെ സൊല്യൂഷൻ എന്ന രീതിയിൽ ചെയ്തൊരു സ്പോൺസർ പ്രോജക്റ്റ് പിന്നെ ടെക്നോളജി ആയിട്ട് മാറിയതാണ്. പക്ഷേ ഇപ്പോൾ അത് 20ഓളം പേര് ലൈസൻസ് എടുത്തു കഴിഞ്ഞു പുതിയ ടെക്നോളജി ആയതിനു ശേഷം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ഓഫ് ഷൂട്ട് പോസിബിലിറ്റി എപ്പോഴും ഉണ്ട്. ഒരു ഇൻഡസ്ട്രിയിൽ നിന്നൊരു പ്രോബ്ലം ആയിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ കട്ട്ലറീസും പ്ലേറ്റ്സും ഉണ്ട്. അപ്പോൾ അതിൽ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അത് എഡിബിളാണ്. നമ്മൾ മനുഷ്യൻ കഴിക്കണമെന്നില്ല, കന്നുകാലികൾ കഴിക്കാൻ കൊടുക്കാം. ആ പ്ലേറ്റ് ത്രോ ചെയ്ത് അതിനകത്ത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ യൂസ് ചെയ്യുന്നില്ല, ബൈൻഡറാണ് ഫുള്ളി യൂസ് ചെയ്യുന്നത്, നാച്ചുറൽ ബൈൻഡേഴ്സാണ്. പിന്നെ RADD ഡ്രൈയിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടൈപ്പ് ഓഫ് ഡ്രയർ ഞങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഡീഹ്യൂമിഡിഫൈഡ് ഡ്രൈയിങ് എന്നാണ് പറയുന്നത്.
അതായത് നമ്മൾ ഹ്യൂമിഡിറ്റി അറ്റ്മോസ്ഫിയർ മാറ്റിയിട്ട് ടെമ്പറേച്ചർ കൊടുത്ത് ട്രൈ ചെയ്യും. അപ്പം നിങ്ങൾക്കറിയാം നട്ട്മക്കൊക്കെ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ നട്ട്മക്ക് പൊട്ടിപ്പോവും, പൊട്ടി സ്ക്യൂസ് ഔട്ട്, അതിൻ്റെ ഓയിൽ സ്ക്യൂസ് ഔട്ട് ചെയ്യും. അങ്ങനെയുള്ള എന്ത് സാധനങ്ങളെ അല്ലെങ്കിൽ അതിന് വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഡ്രൈ ചെയ്തിട്ട് പിന്നീട് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പഴയ അതേ കണ്ടീഷനിലോട്ട് റീഗെയിൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ എന്ത് സാധനവും ഡീഹ്യൂമിഡിഫൈഡ് ആയിട്ട് ട്രൈ ചെയ്ത് മാറ്റാനുള്ള ടെക്നോളജി ഉണ്ട്. ജാഗരി പ്രോസസ്സിങ്ങിൻ്റെ ടെക്നോളജി ഉണ്ട്. അത് ഞങ്ങൾ പിന്നെ ഇപ്പോൾ മറയൂർ ജാഗരിക്ക് വേണ്ടിയിട്ട് ആ ടെക്നോളജി ഇപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. റെഡി ടു കുക്ക് പ്രോജക്ട്സ് ഉണ്ട്. ചില സാധനങ്ങൾ ഉപ്പുമാവൊക്കെ ഉണ്ട്, ഉപ്പുമാവൊക്കെ ഇങ്ങനെ റെഡി ടു കീപ്പ് വെച്ചിട്ടുണ്ട്. ആ ഉപ്പുമാവിനെ കൊണ്ടുവന്ന് പ്രോസസ് ചെയ്താൽ മതി. ആ ടെക്നോളജിയൊക്കെ അവൈലബിൾ ആണ്. പിന്നെ ഫങ്ഷണൽ ഫുഡ്സ് ആൻഡ് ന്യൂട്രീഷൻസ്, വേരിയസ് കൈൻഡ് ഓഫ് ഫങ്ഷണൽ ഫുഡ്സ് ആൻഡ് ന്യൂട്രീഷൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വീഗൻ ലെതർ, അതിനിപ്പോൾ അടുത്ത് എനിക്ക് സംസാരിക്കുന്ന അമ്പുകൾ സംസാരിക്കും. നമ്മൾ ലെതർ ആനിമലിൽ നിന്ന് എടുക്കുന്നതിന് പകരം പ്ലാന്റ് സോഴ്സസ് നിന്ന് എങ്ങനെ ലെതർ ഉണ്ടാക്കിയെടുക്കുക, ഇതെല്ലാം നമ്മൾ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ടെക്നോളജീസ് ആണ്. നാളെ എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ സോൾവ് ചെയ്തിട്ട് ടെക്നോളജി ഇൻ്റർവെൻഷൻ വഴി മാറ്റിയെടുക്കുക. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കയർ പ്രൊഡക്ഷൻ്റെ കാര്യം പറഞ്ഞു, അതൊക്കെ ബയോളജിക്കൽ പ്രോസസ്സാണ്. ഇപ്പം നമുക്ക് കയർ റേറ്റിംഗ് ചെയ്യുന്നത് വെള്ളത്തിൽ ഇമേഴ്സ് ചെയ്ത് വാട്ടർ ബോഡിയെ കണ്ടാമിനേറ്റ് ചെയ്തുകൊണ്ടാണ്. ഞങ്ങളുടെ ടെക്നോളജി ക്ലോസ്ഡ് റേറ്റിംഗ് ആണ്, ക്ലോസ്ഡ് ടാങ്കിനകത്താണ്. അത് ഞാൻ പിക്ചേഴ്സ് കാണിക്കാം. അങ്ങനെ DSSC മൊഡ്യൂൾ. പിന്നെ വേറൊരു സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്, പിന്നെ ഈ റൂമിനകത്ത് നമ്മൾ കിട്ടുന്ന ഈ ഇൻറ്റേർണൽ ലൈറ്റിനെ സോളാർ സെല്ല് ഉപയോഗിച്ച് കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുക. അല്ല, സൺലൈറ്റ് അല്ല, ഇതിന് ഡൈ സെൻസിറ്റൈവ് സോളാർ സെൽസ് എന്ന് പറയും. ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ചെറിയ ചെറിയ യൂണിറ്റ്സിനെ പവർ ചെയ്യുക, IoT ഡിവൈസസ് ഒക്കെ, അല്ലെങ്കിൽ ചെറിയ ബാറ്ററി ബട്ടൺ സെല്ല് ബാറ്ററികളിൽ പ്രവർത്തിക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിന് ലൈഫ് ഒരു 50 വർഷം 100 വർഷമൊക്കെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ വന്ദേ ഭാരതിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകണം. വന്ദേ ഭാരതിൻ്റെ അകത്ത് ചെയ്യുന്ന എല്ലാ ഡിസ്പ്ലേസും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ ഞാൻ പറഞ്ഞൊരു ഒരു ആനോറബിൾ ഡൈജസ്റ്റർ എന്ന് പറഞ്ഞത് ട്രിവാൻഡ്രം എയർപോർട്ടിന് വേണ്ടി നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് പിന്നെ കാസ്റ്റിംഗ് സിമുലേഷൻ സോഫ്റ്റ്വെയർ ചെയ്തിട്ടുണ്ട്. ലൈറ്റ് അലോയ്സിൽ നമ്മൾ ലൈറ്റ് അലോയ്സ് യൂസ് ചെയ്യാനുള്ളൊരു അതുണ്ട്. അപ്പോൾ നമ്മൾ ഹെവി മെഷീൻ പാർട്സിനെയൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്ന അലോയ്സ് വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് വളരെ ലൈറ്റർ പാർട്സ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഇൻഫ്രാ റിഫ്ലക്റ്റിംഗ് ബ്ലൂ പിഗ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബ്ലൂ പിഗ്മെൻറ്റ് ഇൻഫ്രാറെഡ്നെസ് റിഫ്ലക്റ്റ് ചെയ്ത് കളയും സൺലൈറ്റിലെ. അപ്പോൾ അത് വെച്ച് നമ്മളൊരു റൂഫിൻ്റെ ടോപ്പൊക്കെ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റൂഫിനകത്ത് നല്ല കൂളായിരിക്കും. സോ ഇങ്ങനെ പല വേസ്റ്റ് വെൽത്ത് പ്രോഗ്രാംസ് ഉണ്ട്. ഫ്ലൈ ആഷ് മുതലായിട്ടുള്ള വേസ്റ്റുകളെ കൺവേർട്ട് ചെയ്ത് ബ്രിക്സ് ആക്കി മാറ്റാം. പിന്നെ കയർ റീഇൻഫോഴ്സ് പോളിമർ എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഏറ്റവും സ്ട്രെങ്ത് ഉള്ളൊരു സാധനമാണ്. നമ്മൾ ഈ കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കമ്പി വെച്ചിട്ട് സിമെൻറ്റ് യൂസ് ചെയ്യുന്നത് പോലെ കയറിനെ വെച്ച് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും ഫൈബേഴ്സ് വെച്ച് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ട് പോളിമേഴ്സിനെ യൂസ് ചെയ്യുക, ഭയങ്കര സ്ട്രെങ്ത് ആയിട്ട് മാറും. സോ ഇതൊക്കെ ജനറലി ഒരു ഔട്ട്ലുക്കാണ്. നെക്സ്റ്റ്, ഇത് ഡിവിഷൻ വൈസ് പറയാം. അഗ്രോ പ്രോസസ്സിംഗ് ആൻഡ് ടെക്നോളജി എന്ന ഡിവിഷൻ ഉണ്ട്. അവിടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടെക്നോളജീസ് ഉണ്ട്. വളരെ പോസ്റ്റ് ഹാർവസ്റ്റ് എല്ലാം പോസ്റ്റ് ഹാർവസ്റ്റ് ടെക്നോളജീസ് ആണ്. ഫങ്ഷണൽ ഫുഡ്സ് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഉണ്ട്, ഹെർബൽസ് ഉണ്ട്, ആയുർവേദ ഉണ്ട്. നെക്സ്റ്റ്, അവിടെ നമുക്ക് ടെക്നോളജീസ് ഫോർ വാല്യൂ അഡീഷൻ ഉണ്ട്, റിക്കവറി ഓഫ് ഫ്ലേവർ എക്സ്ട്രാക്ട്സ് ഒക്കെ ഉണ്ട്, ടെക്നോളജി ഫോർ എക്സ്ട്രാക്ഷൻ റിഫൈനിങ് വെജിറ്റബിൾ ഓയിൽസ്, പ്രോസസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് ബെഞ്ച് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രോസസ് എഞ്ചിനീയറിംഗ് എക്സിക്യൂഷൻ ഓഫ് കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ് ഞങ്ങൾ ടേൺകി പ്രോജക്റ്റ് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. കെമിക്കലും ബയോളജി സ്റ്റഡീസ് ഒക്കെ ചെയ്യാനുള്ള സയൻറ്റിസ്റ്റുമാരുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടെക്നോളജി റെഡി ആയിട്ട് തരുന്നതിനേക്കാളേറെ ഓരോ സയൻറ്റിസ്റ്റിൻ്റെയും പൊട്ടൻഷ്യലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അവിടെ ചെല്ലുക, ലാബിൽ ചെല്ലുക, നിങ്ങൾക്കൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ തന്നെ ഡയറക്ടർ ഓഫ് ഇൻഡസ്ട്രീസിനോട് റിക്വസ്റ്റ് ചെയ്യുവാണ്, യു ഷെയർ ഓൾ ദി ലിസ്റ്റ് ഓഫ് ദിസ് 260 people or beyond who participated here to the research institutes, and we will be in a position to contact them. Next, ഫ്രഷ് ജിഞ്ചർ പ്രോസസ്സിങ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അവിടുന്ന് ഈ ജിഞ്ചറിൽ നിന്ന് നമുക്ക് ഓളിയോ റെസിൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ കുർക്കുമിനൊക്കെ വേർതിരിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഫ്രഷ് ജിഞ്ചർ ടെക്നോളജി എക്സാം. നെക്സ്റ്റ്, പിന്നെ റെഡ് പാമുലിൻ സോഴ്സ് ഓഫ് വൈറ്റമിൻ റിച്ച് ആണ്, അത് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യാനുള്ള ടെക്നോളജി ഉണ്ട്. നെക്സ്റ്റ്, പിന്നെ ആയുർവേദത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന പല സാധനങ്ങളും റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്പെൻഡ് മെറ്റീരിയൽ ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉള്ള കുർക്കുമീനൊക്കെ പെർസെൻറ്റേജ് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് യൂസ് ചെയ്യാൻ ടെക്നോളജി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ്, ന്യൂട്രീഷൻ അതുപോലെ സീറ്റ് പോഹ, സ്പൈസി ഇടിയപ്പം വിത്ത് പൾസസ്, നേന്ത്രൻ ഗ്രിറ്റ്, ഇതെല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളാണ്. നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നെക്സ്റ്റ് പിന്നെ ഞങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങളുടെ കയ്യിലുള്ള
എക്യുപ്മെൻസിൻ്റെ ലിസ്റ്റാണ്. ഇതുമായിട്ട് ഫീൽഡിലുള്ളവർക്ക് മനസ്സിലാവും. സോൾവെൻറ്റ് എക്സ്ട്രാക്ഷൻ യൂണിറ്റ്, സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ യൂണിറ്റ്, മോളിക്കുലർ ഡിസ്റ്റിലേഷൻ യൂണിറ്റ്, തിൻ ഫിലിം ഇവാപ്പറേറ്റർ, ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ കോളം, ന്യൂട്രലൈസർ കം ബ്ലീച്ചർ, ഡിയോഡറൈസർ, അങ്ങനെ ഈ ഇൻഡസ്ട്രിക്ക് വേണ്ട എല്ലാ എക്യുപ്മെൻസും ഞങ്ങളുടെ കയ്യിലുണ്ട്. നെക്സ്റ്റ്, കെമിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു ഡിവിഷനുണ്ട്. അവിടെ ഓർഗാനിക്കും ഹൈബ്രിഡ് ഇലക്ട്രോണിക്സും ചെയ്യുന്നുണ്ട്, ഫ്ലൂറസെന്റ് മെറ്റീരിയൽസ് ചെയ്യുന്നുണ്ട്, ഫോട്ടോ ഫാർമസ്യൂട്ടിക്കൽസും ഡ്രഗും ഡ്രഗ് ഇൻ്റർമീഡിയറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് ഈ ഡ്രഗായിട്ട് കിട്ടുന്ന പലതും ആ ഇൻ്റർമീഡിയറ്റിനെ ആക്ച്വലി ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ എനർജി സെക്ടറിൽ ഞങ്ങൾ സോളാർ ഫോട്ടോ വോൾട്ടൈക്സ് DSSC ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇലക്ട്രോക്രോമിക് ഡിവൈസസ് ഉണ്ട്, സൂപ്പർ കപ്പാസിറ്റേഴ്സ് മെറ്റീരിയൽ ഉണ്ടാക്കുന്നുണ്ട്, സോളിഡ് സ്റ്റേറ്റ് ലൈറ്റിംഗ് ഉണ്ട്. നെക്സ്റ്റ്, പിന്നെ നേരത്തെ പറഞ്ഞ DSSCയുടെ മൊഡ്യൂൾസ് ആണ്. നമ്മുടെ ലാബിൽ തന്നെ അതിനുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അഫോർഡബിൾ ടെക്നോളജീസ് ആണ്. നെക്സ്റ്റ് 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 ഇൻവിസിബിൾ ഫ്ലൂറസെന്റ് മെറ്റീരിയൽ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധനമാണ്. നമുക്ക് ഒരു ഫ്ലൂറസെന്റ് ലൈറ്റ് അടിക്കുമ്പോൾ മാത്രം അതിനകത്ത് എഴുതിയിരിക്കുന്നത് വിസിബിൾ ആവും. സോ ഈവൻ നമ്മുടെ കറൻസി നോട്ടിലൊക്കെ ഇത് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും. അത് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നെക്സ്റ്റ് നെക്സ്റ്റ് കണ്ട, അതുപോലെ ഹെർബൽ ഡ്രഗ്സ് ആൻഡ് ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ റിസർച്ച് നമുക്കുണ്ട്. നെക്സ്റ്റ് 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 അടുത്ത എൻവയോൺമെൻറ്റൽ ടെക്നോളജി ഡിവിഷൻ എന്നൊരു ഡിവിഷനുണ്ട്. ആ ഡിവിഷനിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഗ്യാസിനാണോ ലിക്വിഡിനാണോ സോളിഡിനാണോ എന്തൊക്കെ വേസ്റ്റ് ജനറേറ്റ് ചെയ്യപ്പെടുന്നോ ആ പറഞ്ഞതിൻ്റെ എല്ലാം തന്നെ എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ടെക്നോളജീസ് ആണ് ബേസിക്കലി. നെക്സ്റ്റ്, എൻവയോൺമെൻറ്റൽ EIA സ്റ്റഡീസ് നമുക്ക് എക്സ്പെർട്ടൈസ് ഉണ്ട്. പ്രോബ്ലി അധികം ലബോറട്ടറീസ് EIA സ്റ്റഡീസ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഡയോക്സിൻ റിസർച്ച്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡയോക്സിൻ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഈ പ്ലാസ്റ്റിക് കത്തിക്കുന്ന വരുന്നതാണ്. അത് മൃഗങ്ങളിലെത്തും, പിന്നെ പശുവിൻ്റെ പാലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളിലെത്തുകയൊക്കെ ചെയ്യുന്നത് ക്യാൻസറസ് ഉണ്ടാകും. അങ്ങനെ ഡയോക്സിൻ്റെ പ്രസൻസ് ഉണ്ടോ എന്ന് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ലബോറട്ടറി. പിന്നെ നേരത്തെ പറഞ്ഞ BFBR എന്ന് പറഞ്ഞ കോംപ്ലക്സ് വേസ്റ്റ് പ്രോസസ്സിംഗ് ടെക്നോളജി, ഓർഡർ കൺട്രോൾ, സ്മെല്ല് ഒഴിവാക്കുന്ന ടെക്നോളജി. നെക്സ്റ്റ്, നേരത്തെ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം എയർപോർട്ടിന് വരെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള 1 ടൺ കപ്പാസിറ്റിക്കാണ് ചെയ്തു കൊടുത്തത്. ഫുഡ് വേസ്റ്റിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നെക്സ്റ്റ് അടുത്ത മെറ്റീരിയൽ സയൻസ് ആൻഡ് ടെക്നോളജി ഡിവിഷൻ. ആ ഡിവിഷനിലും നമ്മൾ വേരിയസ് കൈൻഡ്സ് ഓഫ് മെറ്റീരിയൽസ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നെക്സ്റ്റ് നെക്സ്റ്റ് കണ്ടോ, നേരത്തെ IR റിഫ്ലക്റ്റിംഗ് ബ്ലൂ പെയിൻറ്റ് ഇൻഫ്രാറെഡ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് കൂളാവും. നെക്സ്റ്റ്, ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാകുന്ന വേസ്റ്റ് വെൽത്ത്. ഇൻഡസ്ട്രിയിൽ നമ്മൾ ചെയ്തിട്ടുള്ള പല കമ്പനി, എറണാകുളത്ത് ബിനാനി ചെയ്തിട്ടുണ്ട്, KMML, EICLൊക്കെ. അവിടെ നമ്മൾ വേസ്റ്റിനെ എടുത്തിട്ട് യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ചിലപ്പോൾ ബ്രിക്ക് ആയിരിക്കും ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ടൈലായിരിക്കും, അങ്ങനെ. നെക്സ്റ്റ്, സെറാമിക് കളറൻസ് ഫ്രം വേസ്റ്റ്. ഇത്ര ബ്യൂട്ടിഫുൾ കളറൻസ് ആണ് നമ്മൾ വേസ്റ്റ് ഇൻഡസ്ട്രി ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, ഗ്രാവല്, ഇതെല്ലാം വേസ്റ്റ് ചെയ്യുന്നുണ്ടാക്കി, ഇൻഡസ്ട്രി വേസ്റ്റ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ്, ഇത് നേരത്തെ പറഞ്ഞതുപോലെ ലൈറ്റ് വെയ്റ്റ് അലോയ് പ്രോഡക്ട്സ് ആണ്. വളരെ ഹെവി ആയിട്ടുള്ള എൻജിൻ പാർട്സിൻ്റെയൊക്കെ എക്സാക്ട് റെപ്ലിക്ക ലൈറ്റ് അലോയ്സിൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞങ്ങൾ PSLVക്കും GSLVക്കും ഉള്ള പാർട്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഈ അലോയ്സ് വെച്ചിട്ട്. നെക്സ്റ്റ് 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 അതുപോലെ കയർ പോളിമർ കോമ്പോസിറ്റ്സിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതായത് കയർ റീഇൻഫോഴ്സ് പോളിമറാണ്, ഭയങ്കര സ്ട്രെങ്ത് ആണ് ഈ മെറ്റീരിയൽ. ഫർണിച്ചർ ഇൻഡസ്ട്രി ഞങ്ങൾ നോക്കുവാണ്, ഓൾറെഡി ട്രാൻസ്ഫേർഡ് ആണ്. ഫർണിച്ചർ ഇൻഡസ്ട്രി വളരെ യൂസ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ ഫെസിലിറ്റീസ്. പല ലാബുകളിലും ഇല്ലാത്ത ഫെസിലിറ്റി നമുക്ക് എക്സ്റേ ഡിഫ്രാക്ഷൻ യൂണിറ്റ്സ് ഉണ്ട്, എക്സ്റേ ഫോട്ടോ ഇലക്ട്രോൺ സ്പെക്ട്രോസ്കോപ്പി, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, പിന്നെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള എക്യുപ്മെൻസും ഈ മിക്കവാറും ലബോറട്ടറികളിൽ ഉണ്ടാവും. നെക്സ്റ്റ്, ഇനി മൈക്രോവേവ് പ്രോസസ് ആൻഡ് ടെക്നോളജി എന്നൊരു ഡിവിഷനുണ്ട്. ആ ഡിവിഷന് ഫെർമെൻറ്റേഷൻ എക്സ്പെർട്ടൈസ് ഉണ്ട്, ബയോഫ്യൂൽ പ്ലാന്റ് ഉണ്ട്. നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്ന പല സാധനങ്ങൾ, തടി അല്ലെങ്കിൽ ഹയാസ്, ഇതിനെയൊക്കെ കൊണ്ടുപോയിട്ട് നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ബയോഫ്യൂൽ ഉണ്ടാക്കിയെടുക്കാം, അതിനൊരു പ്ലാന്റ് ഉണ്ട്. നെക്സ്റ്റ് നെക്സ്റ്റ് ബയോഫ്യൂൽ പ്ലാന്റ്. നെക്സ്റ്റ് നെക്സ്റ്റ് കണ്ടോ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലാബിൽ ഉണ്ടാക്കിയിരിക്കുന്ന കയർ റെറ്റിംഗ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്റ്റ്സ് ആണ്. നമ്മൾ വെള്ളത്തിലിട്ട് ഉണ്ടാക്കുന്ന കയറിനേക്കാൾ ബെറ്റർ വൈറ്റ് ക്വാളിറ്റിയുള്ള കയറാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇവിടെ എൻവയോൺമെൻറ്റിനെ പൊള്യൂട്ട് ചെയ്യുന്നതേ ഇല്ല. ഒരു ക്ലോസ്ഡ് റെറ്റിംഗ് ടാങ്കിൽ ചെയ്യുന്നു, ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ബയോഗ്യാസ് കിട്ടുകയും ചെയ്യുന്നു, പിത്ത് വേറെ കിട്ടുകയും ചെയ്യും. സോ ഇറ്റ്സ് വെരി 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 വണ്ടർഫുൾ ടെക്നോളജി. നെക്സ്റ്റ്
ഇതേ സാധനം തന്നെയാണ് പൈനാപ്പിൾ ലീഫ് ഫൈബറും ഇതേ ടെക്നോളജി ഉപയോഗിച്ചും എടുക്കാൻ പറ്റും. നെക്സ്റ്റ് ഇത് നേരത്തെ പറഞ്ഞ ബ്ലാക്ക് പേപ്പറിൽ നിന്ന് വൈറ്റ് പേപ്പർ ആക്കി മാറ്റാം. വൈറ്റ് പേപ്പർ ആക്കുമ്പോൾ വാല്യൂ അഡീഷൻ കിട്ടും. സോ ദിസ് ഓൾസോ വി ഹാഡ് ഡൺ. സോ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ദ റെലവൻസ് ഓഫ് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ബിറ്റ്വീൻ R&D ആൻഡ് ഇൻഡസ്ട്രി. ബിഗ് ഇൻഡസ്ട്രി MSMEകൾക്ക് പോലും പറ്റില്ല, ഓൺലി ലാർജ് ഇൻഡസ്ട്രീസിന് മാത്രമേ സ്വന്തമായിട്ട് R&D യൂണിറ്റ്സ് ഉണ്ടാവുകയുള്ളൂ. So what you have to do, use the existing R&D units, R&D laboratories in the country for your research purpose. And without that connection, this thing is not going to survive. Next. So ഇത് ലൈസൻസിങ് സ്ട്രാറ്റജിയാണ് ഞങ്ങൾക്കുള്ളത്. ഒരു ഇൻവെൻഷൻ എടുത്ത് ഞങ്ങൾ പേറ്റൻറ്റ് ചെയ്യും, പേറ്റൻറ്റ് ലൈസൻസ് ചെയ്യാം, ടെക്നോളജി ലൈസൻസ് ചെയ്യാം, രണ്ടും കൂടെ ഒന്നിച്ച് ലൈസൻസ് ചെയ്യാം. വി ഹാവ് ഓൾ സോർട്ട് ഓഫ് സ്ട്രാറ്റജീസ് ഫോർ ദാറ്റ്. നെക്സ്റ്റ്. പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ഇൻഡസ്ട്രിയായിട്ട് അലയൻസ് ഉണ്ടാക്കുന്നത്? വി ഡു എ നെഗോഷിയേഷൻ വിത്ത് ദ ക്ലയൻറ്റിനെ വിളിക്കുന്നു, ക്ലയൻറ്റിനോട് ഡിസ്കസ് ചെയ്യുന്നു, പൈസയുടെ പാർട്ടൊക്കെ ഉണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്ത് തീരുമാനിക്കുന്നു, എഗ്രിമെൻറ്റ് മേക്ക് ചെയ്യും, കൺസൾട്ടൻസി ആണോ സ്പോൺസർ ആണെന്നൊക്കെ വെച്ചിട്ട് ചില കേസുകളിൽ സീക്രസി എഗ്രിമെൻറ്റ് ആവശ്യമുണ്ടോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യും. സെക്യൂരിറ്റി സെൻസിറ്റീവ് ക്ലിയറൻസ് ഒക്കെ ചില സമയം ഗവൺമെൻറ്റിൽ നിന്ന് ആവശ്യമായിട്ട് വരും, അതൊക്കെ നമ്മൾ ചെയ്യും, അതൊക്കെ റെക്കോർഡ് ചെയ്യും. നെക്സ്റ്റ്. സോ ഫൈനലി ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് ടു സേ, വി എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ആൻഡ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇവിടുത്തെ ജനം ഉള്ളതുകൊണ്ടും അവർ തരുന്ന ടാക്സ് ഉള്ളതുകൊണ്ടുമാണ് ഞങ്ങളെപ്പോലുള്ള നാഷണൽ റിസർച്ച് ലബോറട്ടറീസ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ വി ആർ ഫോർ യു. വൈ ആർ നോട്ട് യൂട്ടിലൈസിങ് അവർ ഫെസിലിറ്റീസ്? സോ ഞാനിപ്പോൾ ഒരു ലബോറട്ടറി കാര്യം, നിങ്ങളിപ്പം ഇവിടെ നോക്കിയാൽ ഈ ഇരിക്കുന്ന 10 ലബോറട്ടറീസ് ഇവിടെ വന്നത് എല്ലാവരുടെ കയ്യിലും ടെക്നോളജീസ് ഉണ്ട്, അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ഉണ്ട്. ആർ യൂട്ടിലൈസിങ് ഇറ്റ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായി നമുക്കൊരു